വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ കലാരൂപമാണ് നാടകമെന്ന് പ്രമുഖ നാടക പ്രവർത്തകനും മുൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ബാബു പറശ്ശേരി അഭിപ്രായപ്പെട്ടു. നാടകം നശിച്ചു പോകാതിരിക്കാൻ നാടകത്തെക്കുറിച്ചുള്ള പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നും ബാബു പറശ്ശേരി പറഞ്ഞു. കോഴിക്കോട് നൗറ ബുക്സ് പ്രസിദ്ധീകരിച്ച അടുത്ത ബെല്ലോടുകൂടി എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവരെല്ലാം നാടകത്തിന് വേണ്ടി പ്രവർത്തിച്ചത് നാളെ എന്തെങ്കിലും ആവണം എന്നോ നാളേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നോ ആഗ്രഹത്തോടു കൂടിയല്ല. കലയുടെ അനന്തമായ സാധ്യതയെ കണ്ടെത്തി വളരെയേറെ താല്പര്യപൂർവ്വം സമർപ്പിത ബോധത്തോടു കൂടിയാണ് അവർ ഈ പ്രവർത്തന മണ്ഡലത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 45 പേരുടെ ജീവിതം, ആ ജീവിതം അടയാളപ്പെടുത്തുമ്പോൾ അവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ രേഖ പുതുതലമുറക്ക് എന്നും വിസ്മരിക്കാനാകാത്ത വിധം നമ്മുടെ നാട്ടിൽ നിലനിൽക്കും. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിനെ നമ്മൾ അഭിനന്ദിക്കാതിരുന്നുകൂടാ. അഭിനന്ദനീയമായ ഒരു മഹത് കർത്തവ്യമാണ് ഈ പുസ്തക പ്രകാശനത്തിലൂടെ നടക്കുന്നത്. നാടകക്കാർ എന്ന് പറയുന്നവർ വലിയ ത്യാഗനിർഭരമായൊരു ജോലി നിർവഹിച്ചവരാണ്. എന്താവും എങ്ങനെയാവും എന്ന് കരുതിയല്ല, തന്നിലെ കലാകാരനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി വലിയ ത്യാഗം വഹിച്ചവരാണ്. ഇവിടെ തമിഴ് നാടകങ്ങളുടെ വലിയ അതിപ്രസരമുണ്ടായിരുന്ന കാലത്ത് അതിൽ നിന്നും മാറി സാമൂഹ്യ പ്രശ്നങ്ങൾ നാടകത്തിൻ്റെ ഇതിവൃത്തമായി വരികയും ആ സാമൂഹ്യ പ്രശ്നങ്ങളെ ശരിയായ അർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ കേരളത്തിലെ നാടകക്കാർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അഭിനേതാക്കൾ, രചയിതാക്കൾ, സംവിധായകർ, സംഘാടകർ, പിന്നണി പ്രവർത്തകർ എല്ലാവരും ഒരു ടീമായി നിന്നാണ് നാടകത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഇന്ന് നാടകം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും പുറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സൗകര്യമില്ലാതിരുന്ന കാലത്ത് നാടകത്തിൻ്റെ കട്ടൗട്ടറും കർട്ടനും തലച്ചുമടായി ചുമന്ന് പെട്രോൾ മാക്സും കത്തിച്ച് നാടകം അവതരിപ്പിക്കാനുള്ള സ്ഥലത്ത് പോയി നാടകം അവതരിപ്പിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. കാളവണ്ടിയിലും ട്രോളികളിലും ഇതൊക്കെ എടുത്തു കൊണ്ടുപോയി നാടകം അവതരിപ്പിച്ച കാലമുണ്ടായിരുന്നു. അങ്ങനെ പരുക്കനായ ജീവിതത്തിൻ്റെ മുമ്പിലും പതറാതെ നാടകത്തിനു വേണ്ടി അവർ സമർപ്പിച്ചു പോയി. നാടകം അവതരിപ്പിക്കുമ്പോൾ മൈക്കുണ്ടായിരുന്നില്ല. അവസാനത്തെ കാഴ്ചക്കാരനും കേൾക്കാൻ പറ്റും വിധം ശബ്ദം ഉച്ചസ്ഥായിയിൽ നടത്തി സംഭാഷണം അവരിലെത്തിക്കുക എന്ന ജോലിയും നമ്മുടെ പൂർവികരുടെ നാടക കാലഘട്ടത്തിൽ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. നൗറ ബുക്സ് ഡയറക്ടർ റസാഖ് കല്ലേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുഗുണേഷ് കുറ്റിയിൽ അധ്യക്ഷത വഹിച്ചു. കവി വീരാൻകുട്ടി പുസ്തകം സ്വീകരിച്ചു. ഹരീന്ദ്രൻ മാണിക്കോത്ത് പുസ്തകം പരിചയപ്പെടുത്തി. സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ, ഡോക്ടർ എം മുരളീധരൻ, പ്രേമൻ മേലടി, കുയിമ്പിൽ കുഞ്ഞബ്ദുള്ള ഹാജി, ലതിക ശ്രീനിവാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രേംകുമാർ വടകര നന്ദി പറഞ്ഞു. ഈ ഒരു ഡസ്റ്റ് പെയിന് 15 രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും 25. ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും 99 കൊടുത്താൽ മതി. ഈ ഒരു മഗ്ഗിന് വെറും 10 രൂപ കൊടുത്താൽ മതി. അയാളൊക്കെ വെറും 65 ഉള്ളൂ. മാറ്റിനൊക്കെ വെറും 25 രൂപ കൊടുത്താൽ മതി. 20 വാൾട്ടിന്റെ ലൂക്കർ ട്യൂബിന് വെറും 99. 9 വാൾട്ടിന്റെ LED ബൾബിന് വെറും 35 ഉള്ളൂ.
നമ്മളെ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത്. 3 പീസ് കണ്ടെയ്നറൊക്കെ വെറും 199 കൊടുത്താൽ മതി. അവർക്ക് 269 ആണെങ്കിൽ ഫ്രൈ പാൻ വെറും 299. ഈ ഒരു ബാത്റൂം ബ്രഷിന് 30 രൂപയുള്ളൂ. 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കുകയാണെങ്കിലും ഡിഷ് വാഷ് എടുക്കുകയാണെങ്കിലും വെറും 99. 3 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും 2 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും 99. ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും 65 ഉള്ളൂ. അപ്പച്ചട്ടിക്ക് 229. 2 കാസറോളിന് വെറും 575 കൊടുത്താൽ മതി. 10 ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും 1049. സെല്ലോന്റെ പ്ലേറ്റിനൊക്കെ വെറും 55 കൊടുത്താൽ മതി. 23 പീസ് ഡിന്നർ സെറ്റിന് വെറും 1249. 60 രൂപക്കാണ് ജഗ്ഗൊക്കെ കൊടുക്കുന്നത്. 2 ബർണർ ഗ്ലാസ് ടോപ്പ് ഗസ്റ്റ് സ്റ്റോവിനൊക്കെ വെറും 1199 കൊടുത്താൽ മതി.